വേദനം ചെയ്യുന്ന ഹദീസ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തീർച്ചയായും അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ ലാ യദ്ഖുലുൽ ജന്നത മൻ ഒരുവനുണ്ടല്ലോ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗ്ഗമുണ്ടല്ലോ ആ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവനെ പ്രവേശിപ്പിക്കുകയില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, ആരെയാണ് അല്ലാഹു പ്രവേശിപ്പിക്കാത്തതെന്നറിയുമോ പ്രിയമുള്ളവരെ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ലാ യഅ്മനു ജാറുഹു ബവായികഹു തന്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസി സുരക്ഷിതനല്ലാത്തവൻ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുമ്പോ, അതായത് എന്റെ പ്രിയപ്പെട്ടവരെ നാം ഒന്ന് മനസ്സിലാക്കണേ, തന്റെ അയൽവാസികളെ വേദനിപ്പിക്കുന്നവരെ, കാര്യമറിയാതെ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ സ്വന്തം അയൽവാസികളെ ക്രോശിക്കുന്നവരെ, ചീത്ത വിളിക്കുന്നവരെ, പരിഹസിക്കുന്നവരെ, അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്നവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ലാ യദ്ഖുലുൽ ജന്ന അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? അയൽവാസികളെ വേദനിപ്പിക്കുന്നവര്, പ്രയാസപ്പെടുത്തുന്നവർ, ക്രോശിക്കുന്നവര്, അവരെ കൊട്ടിഘോഷിക്കുന്നവരൊക്കെ മനസ്സിലാക്കിക്കോ. തെറ്റിദ്ധാരണകളുടെ പേരിൽ ചീത്ത വിളിക്കുന്നവര് മനസ്സിലാക്കിക്കോ. അതുപോലെ തന്നെ അയൽവാസികളെ വേദനിപ്പിക്കുന്നവര് മനസ്സിലാക്കിക്കോ. നിങ്ങൾക്ക് നഷ്ടമാകുന്നത് എന്താണ്? നാമൊക്കെ ആഗ്രഹിക്കുന്ന ആ അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗമാണ് അല്ലാഹു നിന്റെ ജീവിതത്തിൽ നിന്ന് നാളെ ആഖിറത്തിൽ അല്ലാഹു നഷ്ടപ്പെടുത്തുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ആ അയൽവാസികളെ നാം ആദരിക്കണം, ബഹുമാനിക്കണം. അവരോട് നിങ്ങൾ അനാദരവ് കാണിക്കരുതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അവരെ കുറിച്ച് അപവാദങ്ങൾ നിങ്ങൾ പറഞ്ഞു നടക്കരുത്, അവരെ നിങ്ങൾ പരിഹസിക്കരുതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ.